بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നാം ഏവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർദ്ധിക്കുന്നവരിൽ പെടുത്തട്ടെ. അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സദാ പരിശ്രമിക്കുന്നവരിൽ പെടുത്തട്ടെ. അപ്രകാരം തന്നെ അവൻ ആദരിച്ച സ്ഥലങ്ങളെ, സമയങ്ങളെ, മാസങ്ങളെ, വർഷങ്ങളെ, ദിവസങ്ങളെ, വസ്തുക്കളെ, വ്യക്തികളെ എല്ലാം ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് അവന്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിച്ച് അവന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തി അവനെ ഇഷ്ടപ്പെടുത്തുന്നവരിലും അവന്റെ സാമീപ്യം നേടുന്നവരിലും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നാം ഏവരെയും പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങൾക്ക് ഇനിയും വലിയ പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ചെയ്തതായ സൽക്കർമ്മങ്ങൾ അവകളിലുള്ള വീഴ്ചകൾ നെഗറ്റീവ് കൊണ്ട് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, മസ്ജിദുൽ ഹറാമിൽ ഇന്ന് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ച ചെയ്തതായ, അഥവാ മക്കയിൽ ചർച്ച ചെയ്തതായ സബ്ജക്റ്റ്, മസ്ജിദുൽ നബവിയിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ നിങ്ങൾ കേട്ടതായ വിഷയത്തോട് തുല്യതയുള്ളതായ വിഷയമാണ്. എന്നാൽ അതേ സമയത്ത് സൗദി അറേബ്യൻ ചീഫ് മുഫ്തിയും ഇവിടുത്തെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയുടെ ഹെഡും അറഫയിൽ കൊല്ലം പ്രതി പ്രസംഗിക്കാറുള്ള ഇക്കൊല്ലവും പ്രസംഗിച്ചതായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുല്ലാഹ് അൽ ഷെയ്ഖ് ഇന്ന് റിയാദിൽ ഓതിയതായ ഖുതുബ അൽ അംനി എന്ന വിഷയമായിരുന്നു. സുരക്ഷിതത്വം, നിർഭയത്വം എന്നതാണ് അതിനർത്ഥം. എല്ലാം പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെ തൊട്ട് സംസാരിക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു മക്ക മദീനയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്നലെയോ മിനിയാന്ന് രാത്രിയിൽ നടന്നതായ സംസാരത്തിലൂടെ ഇവൻ അതിലുള്ള ചില ഭാഗങ്ങളെ ചർച്ചക്കെടുത്തിട്ടുമുണ്ട്. ഖുർആൻ വളരെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റാണ് കലീമുല്ലാഹി മൂസയുടെ അലൈഹിസ്സലാമിന്റെ
ഹിസ്റ്ററി എന്ന് മദീന ഇമാം ഡോക്ടർ അബ്ദുൽ ബാരി തുടക്കത്തിൽ തന്നെ ഉണർത്തിയത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ സാധാരണ പറയാറുണ്ട്, 70-ൽ പരം സ്ഥലത്ത് റബ്ബ് ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റാണ് മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖിസ്സ. കാരണം അതിലൂടെ പലർക്കും പഠിക്കാനുണ്ട്. ഇന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞത് യഥാർത്ഥത്തിൽ ജബറൂത്തുകളെ കുറിച്ചാണ്, ജബാബിറുകളെ കുറിച്ചാണ്, അഥവാ പരാക്രമികളെ കുറിച്ചാണ്. പരാക്രമികൾ ഏത് കാലഘട്ടത്തിലും അല്പസമയത്തിലേക്ക് അവരുടെ ക്രൂരകൃത്യങ്ങളും കുതന്ത്ര മന്ത്രതന്ത്രങ്ങളും തുറിച്ചു കാണുമെങ്കിലും അന്ത്യം അപകടം തന്നെ. അവരുടെ അന്ത്യം ഏത് കാലഘട്ടത്തിലും അപകടം തന്നെ. അത് തന്നെയായിരുന്നു ഫറോവയ്ക്ക് സംഭവിച്ചത്. അത് തന്നെയായിരിക്കും ഫലസ്തീനിലുള്ളതായ അക്രമികൾക്കും സംഭവിക്കുക. അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും സിറിയ പോലത്തെ നാടുകളിൽ നടത്തുന്നതായ അക്രമത്തിന്റെ പിന്നിൽ അക്രമികൾക്ക് സംഭവിക്കുക. എന്നീ കാര്യങ്ങളിലേക്കാണ് മദീന ഇമാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയതായ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ള മിമ്പറിന്റെ മീതെ ഖുതുബ നടത്തിയപ്പോൾ ചർച്ചക്കെടുത്തത് നിങ്ങൾ കേട്ടതുപോലെ. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. നാം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വദക്കിറുഹും ബിഅയ്യാമില്ലാ, അല്ലാഹുവിന്റെ അയ്യാമുകൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് ദൂതരോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പനയാണ്. അല്ലാഹുവിന്റെ അയ്യാമുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ കഴിവ് കൽപ്പ് ലോകത്തിൽ സ്ഥാപിക്കുന്ന, അവന്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു നിലനിർത്തുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് ലോകം കണ്ട് അത്ഭുതപ്പെടുന്നതായ രംഗങ്ങൾ പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും പല കാലഘട്ടങ്ങളിലും വിട്ടുകിടന്നിട്ടുണ്ട്. ഇന്ന് സൗദി അറേബ്യ എന്ന പേരിൽ പറയപ്പെടുന്നതായ നാട്ടിന്റെ അകത്തുള്ളതായ നജിറാൻ പോലത്തെ നാടുകളിലും അപ്രകാരം തന്നെ മദായിനു സാലിഹ എന്ന പേരിൽ അറിയപ്പെടുന്ന നാടിലും നിങ്ങൾ വരുമ്പോൾ വഴിയിൽ നിൽക്കുന്ന അഥവാ മക്ക മദീനയുടെ ഇടയിലുള്ളതായ ബദറിലും അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അയ്യാമുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാപരാക്രമികളെ എല്ലാ കാലഘട്ടങ്ങളിൽ നബിമാര് കണ്ടതുപോലെയുള്ള പരാക്രമികളുടെ ഒരു ഉന്മൂദജായിരുന്നു, ഒരു സാമ്പിളായിരുന്നു നമ്മുടെ നിശ്ചിത നേതാവും നമ്മുടെ പരിസരത്തിൽ അന്വേഷണം കൊള്ളുന്നവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരുമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിടേണ്ടി വന്നത്. നാം ഇരിക്കുന്നതായ മദീനയിൽ 3 ഇനത്തിലുള്ളതായ പരാക്രമികളെ നേരിടേണ്ടി വന്നു. അവരുടെ പരാക്രമം കാരണത്താൽ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാകുന്ന അവർ ഇപ്പോൾ കിടക്കുന്ന വീട്, പണ്ട് നബി താമസിച്ച ആയിഷയുടെ വീട്, അതിന്റെ പരിസരത്തുള്ളതായ മറ്റു ഹഫ്സ, റംല, മൈമൂന, ഉമ്മു സലമ, സൈനബ് പോലത്തവരുടെ വീട് അതിന്റെ പരിസരത്തിലായിരുന്നു. ഹുജുറാത്ത് എന്നാണ് ഖുർആനിന്റെ ഭാഷയിൽ ആ കുടിലുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ആ ഹുജുറാത്തിന്റെ പരിസരത്തിൽ കാവൽ ഭടന്മാർ നിൽക്കാറുണ്ടായിരുന്നു. റസൂല് കൽപ്പിക്കാതെ തന്നെ സഅദിനെ പോലത്തെ ഒരു വാളുമായി വരാറുണ്ടായിരുന്നു. വാളിന്റെ ശബ്ദം നബി വീട്ടിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ ആരാണെന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. അറിയുമ്പോൾ അവര് ഇന്ന വ്യക്തിയാണ്, നിങ്ങൾക്കുള്ള സംരക്ഷണത്തിന് വേണ്ടി കാവൽ ഭടന്മാരായി നിൽക്കുകയാണ് നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തിൽ എന്ന് പറയപ്പെടാറുണ്ടായിരുന്നു. പിൻകാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ കുതന്ത്ര മന്ത്രതന്ത്രങ്ങളിൽ നിന്നിട്ടും അവരുടെ ക്രൂരകൃത്യങ്ങളിൽ നിന്നിട്ടും നിങ്ങളെ വധത്തിൽ നിന്നിട്ട് റബ്ബ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. വധത്തിൽ നിന്നിട്ട് തന്നെ എന്ന് ഞാൻ പറയാൻ കാരണം അത് റസൂലുള്ളാഹിയെ കൊല്ലുകയില്ല, കൊല്ലാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്ന് സൂചിപ്പിച്ചവരുണ്ട് മുഫസ്സിറുകളിൽ. അല്ലാതെ നബിയെ ദ്രോഹിച്ചിട്ടുണ്ട്, നബിയെ മർദ്ദിച്ചിട്ടുണ്ട്, നബിയെ കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, നബിയുടെ തലയുടെ മീതെ കല്ലെടുത്തുകൊണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത്, അവർ വിശ്രമിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള അഥവാ കാഫിരീങ്ങളുടെ ജൂതന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോയ വേളയിൽ വരുന്ന നദീറുകാര് കല്ലെടുത്ത് നബിയെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ച സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം പല പരിശ്രമങ്ങൾ നടന്നു, അക്രമങ്ങൾ നടന്നു. അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമായി നാം കണ്ടതാണ് എന്ത്, നമ്മുടെ കലണ്ടർ ദൈനംദിനം മറിക്കുമ്പോൾ ഉള്ളതായ ഹിജ്റ വർഷം കുറിക്കുന്നതായ പ്രധാന ഭാഗം. അത് ഒരു മുസ്ലിം മറക്കാൻ പാടില്ല എന്ന നിർബന്ധമാണ് നമ്മുടെ നേതാക്കൾക്കുണ്ടായത് എന്നതുകൊണ്ട് നമ്മുടെ നേതാക്കളായ റസൂല് മരിക്കുമ്പോൾ റസൂല് പ്രീതിപ്പെട്ട് മരിച്ചവരാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ചതായ ആ മഹാത്മാക്കളാണ് സെലക്ട് ചെയ്തത് എന്ത്, മുസ്ലിങ്ങളുടെ തീയതി, അവരുടെ കലണ്ടർ ആരംഭിക്കേണ്ടത്, അവര് കണക്ക് കൂട്ടേണ്ടത് ഹിജ്റ വർഷത്തിലൂടെയാണ് എന്നത്. നാം ഇപ്പോൾ പുതിയ ഹിജ്റ വർഷത്തെ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ആ പരാക്രമികളിലേക്ക് സൂചനയുണ്ട്. ആ പരാക്രമികളിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവിടുന്ന് ഓടി എന്നതാണ്.
എന്തുകൊണ്ട് രക്ഷ? അവരെ വധിക്കുമെന്ന രക്ഷയില്ല. ആ ദഅവത്ത് അവിടെ നടക്കുന്നില്ല. ദഅവത്ത് നടക്കാൻ അവർ അനുവദിക്കുന്നില്ല. ദഅവത്തിനുള്ളതായ എല്ലാ വഴികളും അവർ പൂട്ടുന്നു. ദഅവത്ത് നടത്തുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ആരെങ്കിലും കൊള്ളുന്ന ആള് അവരുടെ കൂട്ടത്തിൽ മുസ്ലിമായാൽ പിടിച്ച് അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരെ നാടുകടത്താൻ പ്ലാനിട്ടു, അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കാനും ഭീഷണിപ്പെടുത്താനും പ്ലാനിട്ടു. അങ്ങനെ പല രൂപത്തിലും അവർക്ക് ഇത് നിങ്ങൾക്കറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ സഫാ കുന്നിന്റെ മീതിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ് മെമ്പർമാർ ചിലപ്പോൾ മനപ്പാടമാക്കി വെച്ചതായിരിക്കാം. ഹാജിമാരിൽ നിന്നിട്ടും പഠിച്ചവരും പഠിപ്പിനെ പുതുക്കിയവരും പഠിച്ചിരിക്കാം. എങ്കിലും കേൾക്കാത്തവരുണ്ടായിരിക്കാം. എന്ത്? നിങ്ങൾ അവിടെ സഫയുടെ മീതയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാതിലിന്റെ പേര് കണ്ടു. ആ മുക്കിൽ, ആ മൂലയിൽ ചെടഞ്ഞ് ഒതുങ്ങി 3 വർഷം ഒളിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ നേതാവ്. ഒളിച്ചിരിക്കുകയായിരുന്നു. മക്കൾക്കാർ അറിയാതെ രൂപത്തിൽ, അതും മക്കൾക്കാരെ അറിയൂല 3 വർഷത്തിലൂടെ എവിടെയാണ് മുഹമ്മദ് ഒളിച്ച് പ്രബോധനം ചെയ്യുന്നത് എന്നത്. അതുകൂടി നമുക്ക് പാഠമാണ്. പരാക്രമികൾ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളിൽ യുക്തിയുക്തമായിരിക്കണം ദഅവത്ത് നടത്തേണ്ടതെന്നത് നാം പഠിക്കേണ്ട ഭാഗമാണ്. റസൂൽ പഠിപ്പിച്ച ശൈലിയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരെ നന്നാക്കേണ്ടത് നിങ്ങൾ നാട്ടുകാരെ നന്നാക്കുന്നതിനേക്കാൾ മുമ്പിലാണ്. അശീറ, നിങ്ങളുടെ കുടുംബ മെമ്പർമാർ, അവർക്ക് നിങ്ങൾ വാണിംഗ് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ച. അതുപോലെ തന്നെ കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കൊള്ളുക. സത്യനിഷേധികളായ, അള്ളാഹു അല്ലാത്തവർ വെച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് പൂജ നൽകുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നൽകുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന ആ കാഫിരീങ്ങളെ, ആ മുശ്രിക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, കൂട്ടാക്കേണ്ടതില്ല. അവരെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുക. നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു കളയുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വഴി പച്ച സിഗരറ്റ് തുറന്നു കിട്ടിയെന്നല്ല. പച്ച സിഗരറ്റ് തുറന്നു കിട്ടിയിട്ടില്ല. പിന്നെയോ ദഅവത്ത് പരസ്യമായി പറയാനുള്ളതായ ഒരു ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദൂതർക്ക് പഠിപ്പിക്കും പോലെ. അപ്പോൾ ഏത് ഘട്ടത്തിലും പരസ്യമായി പറയാൻ പറ്റൂല. പരസ്യമായി പറയാനൊരു ഘട്ടമുണ്ട് എന്നർത്ഥം. അപ്പോൾ പരസ്യമായി പറയേണ്ട ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദഅവത്തിലുള്ള ഹിക്മത്തിന്റെ ശൈലിയാണ്. അവിടുന്ന് ഓർഡർ വന്നു, ഇപ്പോൾ പറഞ്ഞോളീനെന്ന്. അങ്ങനെ ഓർഡർ വന്നപ്പോൾ നസറുണ്ടായി. ഏതുപോലെ മൂസ നബി അലൈഹി ഇസ്ലാമിനുണ്ടായ നസർ പോലെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചത് തന്നെ അവർക്ക് പ്രയാസമുണ്ടാവലായിരുന്നു. കാരണം ആ ഈജിപ്തിലുള്ള മനുഷ്യന്മാരെ, ആണുങ്ങളെ മുഴുവനും കൊല്ലുന്ന പദ്ധതി, പ്രസവിക്കുന്ന പുതുതായി വരുന്ന ആൺകുട്ടികളെ മുഴുവനും കൊല്ലുന്ന പദ്ധതി അല്ലാഹു തീരുമാനിച്ചു. മൂസയെ നിലനിർത്തണം, മൂസയെ സംരക്ഷിക്കണം അലൈഹിസ്സലാം, മൂസയെ നേതാവാക്കണം. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ഭൂമിയിൽ ശേഷികെട്ടി ജീവിക്കുന്ന, അഥവാ ഈജിപ്ത് ഭൂമിയിൽ ശേഷികെട്ടി ജീവിക്കുന്ന ആ വിഭാഗത്തെ നാം അവർക്ക് മന്നി ചെയ്യാൻ, അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ നേതാവാക്കാൻ ഞാൻ തീരുമാനിച്ച തീരുമാനമാണ്. അങ്ങനെ ഞാൻ തീരുമാനിക്കുമ്പോൾ എന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ആർക്കും സാധിക്കൂല. അല്ലാഹുവല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഫറോവക്ക് സാധിച്ചില്ല. ഫറോവ് എന്താ പേടിക്കുന്നത്? അവനെ കൊല്ലുന്ന കുട്ടിയെ പേടിക്കുന്നു. എന്നിട്ട് റബ്ബ് എന്ത് കാട്ടി? അവനെ കൊല്ലാനുള്ള തീരുമാനിച്ച കുട്ടിയെ അവന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വളർത്തപ്പെട്ടു. അത്ഭുതമല്ലേ? എന്ന് ഇമാം ഉണർത്തിയതുപോലെ അത്ഭുതത്തിൽ അത്ഭുതം. അല്ലാഹു വിചാരിച്ചാൽ, അല്ലാഹു തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ ആ മകർ, അല്ലാഹുവിന്റെ ആ തന്ത്രം അത് ലോകത്തിന്റെ മുമ്പിൽ ആർക്കും തന്നെ അതിന് നേരിടാൻ സാധിക്കുന്നതല്ല. അവരുടെ കുതന്ത്ര തന്ത്രങ്ങൾ ഉപയോഗിച്ചു, നമ്മുടെ തന്ത്രം നാം ഉപയോഗിച്ചു എന്ന് ആ അല്ലാഹുവിന്റെ മുമ്പിൽ തന്ത്രം ഉപയോഗിച്ച വിഭാഗത്തിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഇത് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് അല്ലാഹു ഖൈറുൽ മാകിരീൻ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി മക്കക്കാർ പ്ലാനിട്ട തന്ത്രങ്ങൾ ഉപയോഗിച്ച സന്ദർഭങ്ങളെ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിം ലോകമേ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്ന് ഖുർആൻ പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം. പഠിക്കൂ എന്നാണ് അർത്ഥം, ഓർക്കൂ എന്നാണ് അർത്ഥം, ചിന്തിക്കൂ എന്നാണ് അർത്ഥം. അപ്പോൾ ചരിത്രം
കഥ അള്ളാഹു മൂസയെ കുറിച്ച് പലയിടങ്ങളിൽ നീട്ടി വലിച്ച് പല ശൈലിയിൽ സാഹിത്യ ശൈലിയാണത്. എങ്ങനെ പറഞ്ഞാലും രസം, എങ്ങനെ പറയുമ്പോഴും രസം, എങ്ങനെ ഓതുമ്പോഴും രസം. സുബ്ഹാനല്ലാഹ്. ആ രസകരമായ ആസ്വാദ്യകരമായ ശൈലിയിൽ ഒരേ സംഭവത്തെ പല ഇനങ്ങളിൽ പല ശൈലിയിൽ ഖുർആൻ പറയുന്നതായിട്ട് കാണാം. അങ്ങനെ എന്തിനു പറയുന്നു? ഫഖസുസിൽ ഖസസ, ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ നേതാവിനെ കൊല്ലാൻ പ്ലാനിട്ട രാത്രിയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോൾ നമ്മോട് പറയുന്ന ശൈലി എന്താണ്? മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ക്ലാസ്സിൽ പോകേണ്ടതുണ്ട്, പണ്ഡിതന്മാരെ സമീപിക്കേണ്ടതുണ്ട്. ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് സത്യം പഠിക്കാൻ, ചരിത്രം പഠിക്കാൻ, നിങ്ങളുടെ മതം പണ്ട് വളർന്ന ലോകം പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു? ആ രൂപങ്ങളെല്ലാം നിങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഒന്നും അറിയാത്ത മന്ദം പൊടിച്ച കുന്തങ്ങളായി ജീവിച്ച് എന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റൂല. കാരണം നിങ്ങളുടെ നേതാക്കൾ അങ്ങനെയല്ല വന്നത്. അവര് എല്ലാം സമർപ്പിച്ചപ്പോഴാണ് ഞാൻ എന്റെ ഭാഗത്തിൽ അവർക്ക് സഹായം ഇറക്കി കൊടുത്തത്. അതുകൊണ്ട് നിങ്ങളും എല്ലാം സമർപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇവിടെയും വിജയം അവിടെയും വിജയം ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹുൽ മൻസൂറൂൻ വഇന്ന ജുൻദനാ ലഹുൽ ഗാലിബൂൻ. വലഖദ് സബഖത് കലിമതുനാ, നമ്മുടെ വചനം പണ്ട് തന്നെ വിട്ടുകടന്നതാണ്. നാം പണ്ട് തന്നെ തീരുമാനിച്ച തീരുമാനമാണ്. അല്ലാഹു പറയുന്നു എന്ത്? ഇന്നഹും ലഹുൽ മൻസൂറൂൻ. ആര്? വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ. മുർസലുകളെ കുറിച്ച് അള്ളാഹ് അയക്കുന്ന അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ച് എന്താണ്? അവരാണ് വിജയിക്കുക. അന്ത്യവിജയം അവർക്കാണ്. നാം കണ്ടില്ലേ, ഇബ്രാഹിം മാസങ്ങൾ കത്തിച്ച തീയിലേക്ക് എറിയപ്പെട്ടു. നല്ല പൊഞ്ചിരിയോടുകൂടെ അവിടെ തുടങ്ങി വിജയിച്ച് മടങ്ങി വന്നു. മൂസ നബി അലൈഹിസ്സലാം എത്ര വർഷങ്ങളാണ് പ്രയാസപ്പെട്ടത്. എന്നിട്ട് ആ പ്രയാസത്തിന്റെ ഉത്തുകൃഷ്ണത്തിലേക്ക് ഇങ്ങനെ അള്ളാഹ് എത്തിക്കുകയാണ്. അത് അള്ളാഹിന്റെ ശൈലിയാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും വല്ല പ്രയാസം വന്നാൽ, കാറ് കയറേണ്ടി വന്നു, കുട്ടിക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം നല്ലതല്ല, അല്ലെങ്കിൽ നാട്ടിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വികസിച്ച് വർദ്ധിച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രബോധനം ചെയ്യാൻ രംഗത്ത് ഇറങ്ങുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രയാസം. ആ സ്റ്റേജിലും പോകാൻ പറ്റില്ല, ഈ സ്റ്റേജിലും പോകാൻ പറ്റില്ല, അവിടെ പ്രസംഗിക്കാൻ പറ്റില്ല, ഇവിടെ സത്യം പറയാൻ പറ്റില്ല, അവിടെ കല്ലേറ്, ഇവിടെ ഭീഷണി, അവിടെ ഇങ്ങനെ പല പ്രയാസം വരുമ്പോൾ ആരും പ്രയാസപ്പെടേണ്ട. നീ സത്യത്തിലാണോ? എന്നാൽ നീ സത്യത്തിലായി എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെട്ടു. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഇഷ്ടപ്പെട്ടവരെ പരിശോധിക്കും. അവരുടെ ഈമാൻ എത്ര കണ്ടുണ്ട്, അവരെത്ര മാത്രം നിലനിൽക്കുന്നുണ്ട്, സ്ഥിരതയിൽ നിൽക്കുന്നുണ്ട്, സ്ഥിരപ്പെട്ട് നിൽക്കുന്നുണ്ട്, അവർ പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ അവർ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ ചെയ്യും. മനസ്സിലായില്ലേ? ഇന്ന അൽ ഉസ്രി യുസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തവണയാണ് യുസ്ർ പറഞ്ഞത്, ഒരു തവണയാണ് ഉസ്ർ പറഞ്ഞത്. അപ്പോൾ യുസ്ർ എന്നത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. യുസ്ർ വരിക തന്നെ ചെയ്യും. അഥവാ പ്രയാസം മാറുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് തന്നെ നബിമാരോട് ചെയ്തതായ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു, മക്കയിൽ വന്നു, മദീനയിൽ വന്നു, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിലൂടെ കറങ്ങി, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ആ വഹി ഇറങ്ങിയ നാട്ടിൽ കറങ്ങാൻ, ആ ജിബ്രീൽ വന്ന നാട്ടിൽ കറങ്ങാൻ, ആ റസൂലുള്ളാഹി ജീവിച്ച നാട്ടിൽ കറങ്ങാൻ, ആ സഹാബാക്കൾ സ്വർഗ്ഗം നേടിയ നാട്ടിൽ കറങ്ങാൻ, അതേ സ്വർഗ്ഗത്തോപ്പിന്റെ പരിസരത്തിലേക്ക് എത്താൻ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് സലാം പറയാ, ഇങ്ങനെ പല പല മഹാനേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു പടി അള്ളാഹിലേക്ക് അടുത്തു. അപ്പോഴോ പിന്നെ അവൻ അള്ളാഹ് വിടൂല. പിന്നെ അവനെ സാധാരണക്കാരൻ നോക്കും പോലെയല്ല നോക്കുക. പിന്നെ അവനെ നോക്കൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ നോക്കും പോലെയുള്ള നോട്ടമാണ്. അപ്പോഴോ അവൻ ചെയ്യുന്ന ചെറിയ തെറ്റ് അള്ളാഹിന്റെ അടുക്കൽ കട്ടികൂടും. അവൻ കേൾക്കുന്നതായ ചെറിയ മ്യൂസിക്കിന്റെ ഒരു ആ മണിക്കൂറുള്ള ശബ്ദമാണെങ്കിലും അള്ളാഹ് ഖുർആനിൽ പല തവണ മടക്കി പറഞ്ഞതാണ്, നിങ്ങളെ കളിക്കാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചതല്ല, നിങ്ങൾ വിനോദാവാസത്തിനോട് ഞാൻ സൃഷ്ടിച്ചതല്ല, നിങ്ങൾ തോന്നിവാസികളാവാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചതല്ല, നിങ്ങളെ പ്രശ്നമനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമനുഷ്യന്മാരാവണം എന്ന് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞതാണ്. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. وجعلنا منهم അവരിൽ നിന്നിട്ട് നാം വാർത്തെടുത്തു അയിമ്മത്തൻ നേതാക്കളെ ലമ്മാ സബറു എപ്പോഴാ വാർത്തെടുത്തത്? ശരിക്കും കശക്കി പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടി പരീക്ഷയിൽ എടുക്കത്തുന്നു. എവിടെ അല്ലാഹുവിന്റെ സഹായം എന്ന് പലരും പറഞ്ഞു
കുറഞ്ഞു പോകുന്ന രംഗത്തിലേക്ക് എത്തുന്നു എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ എന്തെന്നില്ലാത്ത കെട്ടുറപ്പുള്ളതായ വിശ്വാസം അവരിൽ ഉണ്ടായതുകൊണ്ട് അവരിൽ പതരൂല, അവർ ഒരിക്കലും പേടിച്ചു പോകില്ല, അവർ പിന്തിരിഞ്ഞു പോകില്ല. ആ നിലക്ക് ഉറച്ചു നിന്നവരായിരുന്നു എന്ന് അവരെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട്? അവർക്കറിയാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഞാൻ അള്ളാഹിലേക്ക് അടുക്കുമ്പോൾ അശദ്ദുന്നാസി ബലാഅൻ റസൂലുള്ളാഹിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിക്കൽ ആരെയാണ്? അൽ-അംബിയ, നബിമാരെയാണ്. സുമ്മ സാലിഹൂൻ, പിന്നെ സാലിഹീങ്ങളെയാണ്. ഏറ്റവും അള്ളാഹിലേക്ക് അടുക്കുന്നവർ കൂടുതൽ പരീക്ഷണത്തിന് ഇരയാവുന്നവരാണ്. പിന്നെയോ സുമ്മൽ അംസല ഫൽ അംസല, പിന്നെ അടുക്കുന്നവരെ എത്ര അവരുടെ അടുക്കുന്നതിന്റെ തോതനുസരിച്ചിട്ട് പരീക്ഷണത്തിന്റെ കെട്ടി കൂടും. മനസ്സിലായില്ലേ? കണ്ടില്ലേ ഈ ഒരു പർവ്വതം? തിന്നാ മതി ആചാര്യം കാണുന്നു. ഭാഗ്യവാന്മാരിൽ നിങ്ങൾ ഉഹദ് പർവ്വതം. റസൂൽ പല കാര്യങ്ങൾ പറയുമ്പോൾ തുല്യപ്പെടുത്തൽ ആ ഉഹദിനോടാണ്. ഉഹദിനോട് തുല്യപ്പെടുത്തിയിട്ട് സംസാരിക്കാം. സഹാബാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉഹദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം നിങ്ങൾ ചെലവഴിച്ചാൽ ഒരു സഹാബി ഒരു സാഇന്റെ പകുതി ചെലവഴിച്ച കൂലി നിങ്ങൾക്ക് കിട്ടൂല. അത്രയും വലിയ സ്റ്റാൻഡേർഡിലേക്ക് പ്രയാസം അനുഭവിക്കലിലൂടെ, ഈമാനിൽ അടിയുറച്ച് നിൽക്കലിലൂടെ, അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതും സമർപ്പിക്കലിലൂടെ അവർ നിങ്ങളെക്കാളും മുൻപന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവരെ ചീത്ത പറയരുത്, അവരെ ശകാരിക്കരുത്. നിങ്ങൾക്ക് സ്വർഗം വേണമോ അവരുടെ മേക്കൽ കൂടിക്കോടി, അവർ ജീവിച്ച പോലെ ജീവിച്ചോടി, അവർ ഖുർആൻ പഠിച്ചതുപോലെ പഠിച്ചോളി, അവർ സുന്നത്ത് പഠിച്ചതുപോലെ പഠിച്ചോളി, അവർ ഖുർആൻ സുന്നത്ത് വിശദീകരിച്ചതുപോലെ നിങ്ങൾ വിശദീകരിച്ചോളി. നിങ്ങളുടെ ബുദ്ധിപൂജയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടരുത്. ബുദ്ധി എന്ന് പറയുന്നു, നിങ്ങളുടെ ഗവേഷണം എന്ന് പറയുന്നു, അതിന് കീഴ്പ്പെടരുത്. സഹാബാക്കൾ എന്ന് പറഞ്ഞു, എങ്ങനെ മനസ്സിലാക്കി ഹദീസ്, അതുപോലെ തന്നെ ആ സഹാബാക്കൾ എങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു, എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് സ്വർഗമുള്ളൂ എന്ന് ആ മഹാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് പഠിപ്പിക്കാൻ കാരണം ഇങ്ങനെയുള്ളതായ ആയാത്തുകൾക്ക് അവരെ ദൃഷ്ടാന്തങ്ങളാക്കി അതിലൂടെ അവരെ പാഠം പഠിപ്പിച്ച് അവരെ കടഞ്ഞെടുത്ത് സ്വർഗത്തിൽ അബൂബക്കർ, സ്വർഗത്തിൽ ഉമർ, സ്വർഗത്തിൽ ഉസ്മാൻ, സ്വർഗത്തിൽ അലി, സ്വർഗത്തിൽ തൽഹ, സ്വർഗത്തിൽ സഅദ്, സ്വർഗത്തിൽ സഈദ്, സ്വർഗത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സ്വർഗത്തിൽ അബൂ ഉബൈദത്തുൽ ജറാഹ്, സ്വർഗത്തിൽ തന്നെയാണ് ആര്? സുബൈർ ഇബ്നുൽ അവാം. 10 ആളെ ലിസ്റ്റ് ഒരേ ട്രിപ്പിൽ ഇറങ്ങി. അതുപോലെ പലരെയും കാണുമ്പോൾ സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, അത് സ്വർഗത്തിൽ പോകുന്ന പെണ്ണ്, അത് സ്വർഗത്തിൽ പോകുന്ന പുരുഷൻ, അത് സ്വർഗ്ഗവാഗ്ദാനം കിട്ടിയ മനുഷ്യൻ. എന്തൊരു ഭാഗ്യം! ഈ നാട്ടിലെ, ഈ ഭൂമിയിലെ, നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്തെ പണ്ട് ജീവിച്ചവരുടെ സ്ഥിതിയാണ് എന്ത്? സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന്മാർക്ക് നടക്കാ ഭൂമിയുടെ മീതെ. എന്തുകൊണ്ട്? സമർപ്പണം കൊണ്ട്. എന്തുകൊണ്ട്? ഈമാനിലൂടെ. എന്തിലൂടെ? തൗഹീദിലൂടെ. എന്തിലൂടെ? ആദർശത്തിലൂടെ. എന്തിലൂടെ? അവരുടെ അധ്വാനത്തിലൂടെ. അവർ ലോകത്തിന് എല്ലാം ഒന്നും ഒരു വിലയും നൽകാതെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വില നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഖുർആനിലൂടെ പറഞ്ഞ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഇതെല്ലാം ഹബ്ബൈലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ ദൂതരേക്കാളും വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ വഴിയിൽ സേവിക്കുന്നതിനേക്കാൾ ജിഹാദ് ചെയ്തതിനേക്കാൾ സ്നേഹമുള്ളത് അവളോടാണെങ്കിൽ എന്റെ കിലവാ ഞാൻ കാണിച്ചുതരാം. നരകത്തിൽ കടത്തുന്നല്ല പറഞ്ഞ ആയത്തിൽ, നരകത്തിൽ കടത്തുന്നല്ല പറഞ്ഞത് അവിടെ. എന്ത്? നിങ്ങൾ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം നൽകാം, എല്ലാ സൗകര്യങ്ങളും നൽകാം. നിങ്ങൾ എന്റെ അനുഗ്രഹത്തിലൂടെ മുഴുക, എന്റെ അനുഗ്രഹമാകുന്ന സമുദ്രത്തിലൂടെ മുഴുകി ജീവിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളെ ശക്തിച്ച യഥാർത്ഥ ലക്ഷ്യത്തെ വിട്ടുകളിക്കാം. എന്നിട്ട് നിങ്ങളുടെ സമ്പത്തിലൂടെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂലി, എന്റെ ദൂതരേക്കാൾ കൂലി, എന്റെ സ്നേഹം, എന്റെ വഴിയിൽ ജിഹാദ് ചെയ്തതിനേക്കാളും സ്നേഹം. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ട് എന്റെ അടുക്കൽ വന്നാൽ അവിടുന്ന് ഞാൻ പറയാം, അവിടുന്ന് ഞാൻ കാണിച്ചു തരാന്നാ പറഞ്ഞത്. എന്താ ശൈലി? വളരെ കടുകട്ടിയുള്ള ദേഷ്യത്തിന്റെ ശൈലിയാണ്. കാത്തോളി, എന്റെ ടൈം വരട്ടെ, എന്റെ ദിവസം വരട്ടെ, എന്റെ കൽപ്പന വരട്ടെ, മഹ്ശറയിലേക്ക് നിങ്ങൾ വാ, ഞാൻ കാണിച്ചു തരാം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ നൽകി, നൽകാല മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായ ബുദ്ധി നൽകി. അപ്രകാരം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിലും അന്തരീക്ഷത്തിലും ജീവിക്കേണ്ട ഓക്സിജൻ നൽകി, വെള്ളം നൽകി, എല്ലാം നൽകി. എന്നിട്ട് നിങ്ങളോട് കൽപ്പിച്ച് നിങ്ങളെ ഞാൻ ശിക്ഷിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം വിട്ട് കളിക്കാനോ? എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് ഞാൻ നിങ്ങളെ അതിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല ശിക്ഷിച്ചത് എന്ന് പഠിപ്പിച്ച ശേഷം അത്തരം കാര്യങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനോ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ ഒരു കൂർക്കുളത്ത് നിന്നിട്ട് യുദ്ധം കഴിഞ്ഞ് വരാം.
യുദ്ധം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് സഹാബാത്തും നബിയും എല്ലാം വരാം. ആ സമയത്ത് ആ പെണ്ണിന് വലിയ പ്രയാസം. അൻസാരി പെണ്ണെന്നാണ് കഥ പറയുന്നത്. കഥ ഇവന് ഹിഷാം പറയുന്നുണ്ട്, ഇവൻ ഇസ്ഹാഖ് പറയുന്നുണ്ട്, നീട്ടി വിളിച്ച് പറയുന്ന കഥയാണ്. നമ്മുടെ ടൈം വളരെ പരിമിതമാണ്. ഞാൻ പെട്ടെന്ന് ആജിമാരെ ബാധിക്കുന്ന പല കാര്യങ്ങളിലേക്ക് സൂചന നൽകും. പൊതു ആജിമാരുള്ളത് കൊണ്ട് എങ്കിലും ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആ പെണ്ണ് ചോദിക്കുന്നു എന്ത്? പെണ്ണിന്റെ അടുക്കിലേക്ക് വന്ന് ഒരാൾ പറയാണ്, നമ്മുടെ സഹോദരൻ, നമ്മുടെ ഉമ്മ എന്ന് പറയാം. എന്ത് പറയുന്നു? നിങ്ങളുടെ ഭർത്താവ് ഷഹീദായി. പിന്നെ പറഞ്ഞു നിങ്ങളുടെ ആങ്ങള ഷഹീദായി. പിന്നെ പറഞ്ഞു നിങ്ങളുടെ വാപ്പ ഷഹീദ്. ഒരു വീട്ടിൽ നിന്നിട്ട് പോയ മൂന്നാളും ഷഹീദായി എന്ന വാർത്ത കേട്ടപ്പോൾ അതുവരെ എന്ന് നല്ല പ്രസന്നതയുടെ മുഖത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. കാരണം അവരൊക്കെ പോയ സ്വർഗത്തിലാണെന്ന് ഉറപ്പുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞൊക്കെ ഉറപ്പല്ലേ? അള്ളാന്റെ വാഗ്ദാനം ഉറപ്പല്ലേ? അതിന് സംശയമില്ലല്ലോ. എന്നെക്കാളും മുമ്പിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ ചാൻസ് കിട്ടിയല്ലോ എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് വെപ്രാളമില്ല, അതുകൊണ്ട് പ്രയാസമില്ല, അതുകൊണ്ട് കരച്ചിലില്ല. ഇത് മൂന്നും കേട്ട് പ്രയാസമില്ല. പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ അവർക്ക് ചോദിക്കാനുണ്ടായത് എന്ത്? റസൂലുള്ളാഹിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. കാരണം ഒരു വീട്ടിൽ നിന്നിട്ട് പോയ മൂന്നാള് മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മഹാ അപകടം നടന്നു കാണും. അക്കൂട്ടത്തിൽ എന്റെ നേതാവിന് സംഭവിച്ചു. അതാ മുഖത്തേക്ക് അറിയേണ്ടത്. അതാണ് അള്ളാഹിനേക്കാളും അള്ളാഹ് റസൂലിനേക്കാളും നിങ്ങളെ ഭൗതിക നേട്ടങ്ങളെ സ്നേഹിക്കാൻ പറ്റൂല. അപ്പോൾ അള്ളാഹ് റസൂലിനോടുള്ള സ്നേഹമാണ് ആ കാണുന്നത്. എന്നല്ലാതെ ആ റസൂലിന്റെ പേരിൽ ജൂതന്മാരോ അല്ലെങ്കിൽ ഷിയാക്കളോ ഉണ്ടാക്കിയതായ ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ കൊണ്ടാടലല്ല. അതല്ല ഇസ്ലാം. അതല്ല ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം. ഇവിടെ പറയപ്പെടുന്നത് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം മാത്രമാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ളതായ സംസാരമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ മക്ക, മദീന, റിയാദിലൊക്കെ നടക്കുന്ന ഖുതുബകളുടെ വിശദീകരണവും അപ്രകാരം ഒരു സത്യവിശ്വാസിക്ക് പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഇവിടെ ജീവിച്ച് സ്വർഗം നേടിയ സലഫ് സാലിഹ്ങ്ങളുടെ മനഹജിലൂടെ അതാണ് ഇവിടെ കേൾക്കപ്പെടുക. അപ്പോൾ ആ മഹദിക്ക് റസൂലിനോടുള്ളതായ അള്ളാഹ് കൽപ്പിച്ച ശൈലിയുള്ള സ്നേഹം. നാം ഈ കേട്ട ആയത്ത് അവർ കേട്ടു, നാം ഈ കേട്ട ആയത്തിന്റെ അർത്ഥം അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് അവർ എവിടെ എന്ത് സംഭവിച്ചു റസൂലിന് എന്നതറിയണം. അങ്ങനെ പറയപ്പെട്ടു. റസൂലിന് പ്രയാസമില്ല. അവർ അല്പം പരിക്കേൽക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ മുൻപല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് തലയിലേക്ക് മുറിവേറ്റിട്ട് ചോര കൊലിച്ചിട്ടുണ്ട്, പല പ്രയാസവും അനുഭവപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല, അവർ ജീവിച്ചിരിപ്പുണ്ട്. മുപ്പത്തി സമാധാനിക്കുന്നില്ല. റസൂലിനെ കണ്ടാലേ തീരൂ, എന്നാലേ സമാധാനം വരികയുള്ളൂ. അങ്ങനെ ഈ വ്യക്തി അവിടെ നിന്ന് രണ്ടുപേരും കാത്തിരിക്കുകയാണ് വരവേൽപ്പിന്. റസൂലുള്ളാഹിന്റെ മൗഖിബിന്റെ വരവേൽപ്പ് കണ്ടപ്പോൾ പരിക്കേറ്റുകൊണ്ടാണ് 1500ഓളം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം ചുരുക്കം സഹാബാക്കൾ സകലം പരിക്കിലാണ്. പരിക്കേറ്റു വരുന്ന പരിക്കേൽക്കാത്തവരുടെ കൂട്ടത്തിലില്ല എന്നാണ്. അങ്ങനെ ആ മഹാത്മാക്കൾ മടങ്ങി വരുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിയെ ആ സഹോദരിക്ക് കാണാനിടയായി. പറഞ്ഞു, കൂട്ടുകാരെന്താ കാണുന്നതാണ്, റസൂൽ വരുന്നു. ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞതായ ആ പദം മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് കുറിക്കപ്പെട്ട ഭാഗമാണത്. എന്ത്? കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. ഏത് മുസീബത്തും നിങ്ങൾക്ക് ശേഷം ഒരു പ്രയാസമല്ല. മഹാമുസീബത്ത് നിങ്ങൾ നഷ്ടപ്പെടലാണ്. അല്ലേ? ولو كانت الدنيا تدوم لواحد لكان رسول الله فيها مؤبدا അല്ലെങ്കിൽ مخلدا. فهل عدلت يوما رزيات هالك رزيات يوم مات فيه محمد صلى الله عليه وسلم. رسول الله സ്പെഷ്യൽ കവി പാടിയ പാട്ടാണ്. ലോകത്തിൽ വല്ല മുസീബത്തുമുണ്ടോ? റസൂൽ വഫാത്തായത് കാരണത്താൽ ലോകത്തിന് അനുഭവപ്പെട്ട മുസീബത്ത് പോലെ മുസീബത്ത് ഇല്ല. മഹാമുസീബത്താണ് ലോകം. അത്ര വലിയൊരു മുസീബത്ത് ലോകത്തിൽ ഇതുവരെ വന്നിട്ടില്ല, വരാറുമില്ല. കാരണം ലോകത്തിന് ഇങ്ങനെ ജിബിലിൽ വന്നുകൊണ്ടിരിക്കുക, പ്രശ്നപരിഹാരം കേട്ടുകൊണ്ടിരിക്കുക, പുതിയ ലോകാത്ഭുത ഗ്രന്ഥങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, മനുഷ്യന്മാരെ വളർത്തിക്കൊണ്ടേയിരിക്കുക. മനുഷ്യൻ ഇവിടെ നിന്ന് വിടവാങ്ങുവായത്. ഇതൊക്കെ മനസ്സിലാക്കിയ ആ പണ്ഡിന്റെ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ചെറിയ ഷോർട്ടായിട്ട്. അങ്ങനെയുള്ള നേതാക്കൾ ജീവിച്ച ഭൂമിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇനി കുട്ടിക്ക് ഇഷ്ടം ആ യന്ത്രമാണ്, അല്ലെങ്കിൽ ആ പാട്ടാണ്, അല്ലെങ്കിൽ ആ മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ആ ഫിലിമാണ്, അല്ലെങ്കിൽ ആ ചാമ്പ്യൻഷിപ്പ് നേടിയ ആളുടെ ഹിസ്റ്ററിയാണ്. കുട്ടിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അബൂബക്കറിന്റെ ഹിസ്റ്ററി കുട്ടിക്ക് പഠിപ്പിക്കണ്ട, ഉമറിനെ പഠിപ്പിക്കണ്ട, ഉസ്മാനെ പഠിപ്പിക്കണ്ട, അതിൽ പ്രേരണ വേണ്ട. അതൊക്കെ പഴഞ്ചനായിട്ട് കുട്ടി മനസ്സിലാക്കിയതുപോലെ. കാരണം കുട്ടി സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിക്കുന്നത്. കുട്ടി പഠിക്കുന്ന സ്കൂൾ ക്രിസ്ത്യാനിയുടെ സ്കൂളല്ലേ.
അപ്പോൾ കുട്ടി പഠിച്ചത് അതാണ്. അതനുസരിച്ച് കുട്ടിക്കനുസരിച്ചിട്ട് നീങ്ങാം. അങ്ങനെ കുട്ടിയുടെ മകൻ ഇർബീദ്, അറബി ഭാഷയിൽ ഇർബീദ്, ഹാജിയാരുടെ മകൻ ഇർബീദായി മാറും. ഇർബീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാപ്പയെ വരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരൻ, ചിലപ്പോൾ വാപ്പയെ വരെ ഇസ്ലാമിൽ വിട്ട് വ്യതിചലിപ്പിക്കാൻ കാരണക്കാരൻ കുട്ടി, ഹാജിയാരുടെ കുട്ടിയെ. മദീനത്ത് വന്ന് പോയാളുടെ സ്വഭാവം അങ്ങനെ ആവാൻ പറ്റുമോ? മക്ക കണ്ടവർക്ക് അങ്ങനെ ജീവിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷണം എന്നത് തന്നെ മുമ്പിൽ വെക്കുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിന് പരീക്ഷണത്തിൽ ഉത്തുംഗശങ്കത്തിലേക്ക് അവസാന നിമിഷം, എന്താ അവസാന നിമിഷം? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അവരുടെ കൂട്ടുകാരായ ബനൂ ഇസ്രായേൽ പറഞ്ഞു, നാം മുദ്രിക്കീങ്ങളാണ് പറഞ്ഞാൽ നാം മുദ്രിക്കലോ ഫറോവയുടെ പട്ടാളത്തിന് വന്നേണ്ടി വരും, മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കടലിൽ മുങ്ങി മരിക്കേണ്ടി വരും. പിന്നെ മരണമേ ഇവിടെയുള്ളൂ, വേറെ രക്ഷയില്ല. കണ്ടില്ലേ ഉത്തുംഗശൃംഗം, ആ പരീക്ഷണത്തിന്റെ അതിനപ്പുറം പിന്നെ വേറെ ചിന്തിക്കാല്ല. നമ്മൾക്ക് എത്തി അവിടേക്ക്, ഏത് മരണത്തിന്റെ വക്കിലേക്ക് എത്തി. മൂസയുടെ മറുപടി ഉറച്ച മറുപടി, ബദലാത്ത പാദത്തോടെ ചിന്തത്തോടെ പറയുന്ന മറുപടി അല്ല, നിങ്ങൾ പറയും പോലെ സംഭവിക്കൂല. പട്ടാളക്കാരുടെ മഹാശക്തി, ലോകത്തിൽ അന്നത്തെ മഹാശക്തി ഫറോവയുടെ പട്ടാളം ബേക്കൽ, അവരവിടെ ഇരിക്കട്ടെ, കടൽ മുമ്പിൽ ഇരുന്നോട്ടെ, പ്രയാസമില്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയില്ലേ? നിങ്ങൾ ഇത് കേട്ടതുപോലെ അള്ളാഹ് പിടിച്ചു മുക്കി. ആരെ? ഫറോവയെ മുക്കി. ഫറോവയ്ക്ക് പാഠം പഠിപ്പിച്ചു. പരാക്രമികളുടെ അന്ത്യം ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. എത്ര നദികളെ അവർ ഒഴിച്ചു പോയി, എത്ര തോട്ടങ്ങളെ, സുന്ദരമായ തോട്ടങ്ങളെ അവർ ഉപയോഗിച്ചു പോയി. സുന്ദരമായ പേരസുകൾ, വീടുകൾ, കെട്ടിടങ്ങൾ, രമ്യങ്ങൾ അവർ ഉപയോഗിച്ചു പോയി. അവർ മരണപ്പെട്ടപ്പോൾ അവർ പോയതിൽ ആകാശവും ഭൂമിയും സന്തോഷിച്ചു എന്ന് പറയും പോലെ ദുഃഖിച്ചിട്ടേ ഇല്ല, കരഞ്ഞിട്ടേ ഇല്ല. ആകാശവും ഭൂമിയും കരഞ്ഞതേ ഇല്ല. ഇതിൽ നിന്നിട്ട് സലഫ് സാലിഹ്യങ്ങളുടെ നിഗമനം ബുദ്ധിപൂജകന്മാർ അംഗീകരിച്ചില്ലെങ്കിലും എന്ത്, ആകാശഭൂമിക്ക് പ്രയാസമാണ് എന്ത്, നല്ലവർ മരിക്കുക എന്നത്. റസൂൽ പറയുന്നു, സഹീഹ് മുസ്ലിമിനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മഹാനായ സഅദ് ഇബ്നു മുആദ് അൻസാരികളുടെ നേതാവായിരുന്നു. പേര് കേൾക്കുമ്പോൾ വലിയ മനുഷ്യന് തോന്നും. അദ്ദേഹം 35-ാമത്തെ വയസ്സിലാണ് ഇഹലോകവാസം വെടിഞ്ഞത്, 36-ൽ ചെറുപ്പക്കാരൻ, മനസ്സിലായില്ല. പക്ഷെ അൻസാരികളുടെ നേതാവ്, ഈമാനാണ് മനുഷ്യനെ പൊക്കുക, വയസ്സല്ല, പ്രായമല്ല. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, റസൂൽ പറയുന്നു, അവർ മരിച്ച ദിവസത്തിൽ അഥവാ ഷഹീദായ ദിവസത്തിൽ അവർ കുത്തേറ്റത് 6 ദിവസം മുമ്പാണ്. 6 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലാഹു അവരെ മരിപ്പിക്കുന്നത്. കാരണം അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും. ആ ഏറ് കൊള്ളുമ്പോൾ തന്നെ പറഞ്ഞു, സഅദ് റബ്ബേ എന്നെ വധിക്കരുത്, ഈ രാജ്യദ്രോഹികളായ ജൂതന്മാരെ ഞാൻ അവരുടെ കഫീലാണ്. കഫീൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയുമ്പോൾ ഞാൻ അവരുടെ കഫീലായതോടുകൂടി എന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന അവർ ഞങ്ങളെ ലംഘിച്ചു, ഞങ്ങളുടെ വാക്ക് പാലിക്കാതെ റസൂലുള്ളാഹിനെ ലംഘിച്ചു. അവര് എന്ത് ചെയ്തു? വാക്ക് മാറ്റി ലംഘനം നടത്തി, കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ച പരാക്രമികളായ രാജ്യദ്രോഹികൾക്ക് നീ നൽകുന്ന ശിക്ഷ ഞാൻ കണ്ടാസ്വദിക്കാതെ എന്നെ നീ മരിപ്പിക്കരുത് റബ്ബേ എന്ന് കുത്തുകൊണ്ട് തന്നെ. എവിടുന്ന് പറഞ്ഞാൽ ഈ ഒരീദിലേക്ക് കുത്തേറ്റാൽ അപ്പം തന്നെ മനുഷ്യൻ മരിക്കും, അപ്പം തന്നെ കോഴി മരിക്കും. നമുക്കറിയാം, ഒരീദ് അറക്കുമ്പോൾ നാം മുറിക്കേണ്ട സാധനമാണ്. പക്ഷെ അള്ളാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഉടനെ തന്നെ ചോരയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചോര അവിടെ കെട്ടി. ആ ചോര വീണ്ടും പൊട്ടിത്തെറിച്ചത് റസൂലുള്ളാഹിന്റെ മദീനത്തുള്ള പള്ളിയുടെ അകത്ത് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി സ്ഥാപിച്ചതായ ഒരു റുഫൈദ എന്ന നഴ്സിന്റെ കീഴിൽ ഉണ്ടായതായ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ആ ഡിസ്പെൻസറിയിലാണ് ആ ടൈം വന്നപ്പോൾ അവരുടെ ആ ചോര പൊട്ടിത്തെറിക്കുന്നതും പിന്നെ അവർ ഷഹീദാകുന്നതും. അതുവരെ ഷഹീദായതില്ല. ആ മഹാനായ വ്യക്തി ഷഹീദായ ദിവസത്തിൽ റസൂൽ പറയുന്നു, അള്ളാഹുവിന്റെ അർശ് കിട്ടുകെട്ടിൽ വിറച്ചു കിടക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സ്ഥിതി അതാണ്. അള്ളാഹുവിന്റെ അർശ് കിടുകിടെ വിറച്ചു. അതെ, ആകാശമോ ഭൂമിയോ അവരുടെ ആ നശീകരണം കണ്ടിട്ട് കരഞ്ഞതേയില്ല. നമുക്കെന്ത് വേണം?
നാം മരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും മരിക്കണമല്ലോ. നാം എല്ലാവരും മരിക്കുന്ന വേളയിൽ ലോകം പ്രയാസപ്പെടുന്ന, ലോകം കരയുന്ന, ലോകം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പോയല്ലോ, എത്ര നല്ല ആചാരായിരുന്നു, അയൽവാസികളെ സഹായിക്കുന്ന ആചാര്, ആ എല്ലാവർക്കും ഖുർആൻ പരിഭാഷ വിതരണം ചെയ്യുന്ന ആചാര്, ആ മദ്രസ കെട്ടുന്ന ആചാര്, ആ പള്ളി കെട്ടുന്ന ആചാര്, ആ ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആചാര്, ആ തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആചാര്, ആ ഖബർ കെട്ടിപ്പൊക്കുന്നവരെ കണ്ട് അവരെ അതിൽ പ്രയാസപ്പെട്ട് ആ അനാചാരത്തെ നീക്കം ചെയ്യാൻ വേണ്ടി പാടുപെടുന്ന കമ്മിറ്റി ഉണ്ടാക്കിയ ആചാര്, അങ്ങനെ പലതരക്കും പ്രയാസപ്പെട്ട, അങ്ങനെ ജനങ്ങൾ മരിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയാസം വരുന്ന മനുഷ്യനായി മാറണം എന്നിട്ട് അങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ പാഠം പഠിച്ചുകൊണ്ട് ജനങ്ങൾ, ഇപ്പോൾ നാം പലരെയും പറഞ്ഞു അല്ലേ, പലരൊക്കെ എപ്പോഴും മരിച്ചു. മൂസ നബി മരിച്ചിട്ട് 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മൂസ ഇവിടെ പറയാം അല്ലേ. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതായ, അല്ല എണ്ണ പറഞ്ഞ തെറ്റാണെങ്കിലും അത് കൃത്യങ്ങളെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാൻ പറ്റിയാണ് മൂസ നബി അലൈഹി സ്വലാമിന്റെയും ഏകദേശം 2500-3000 ഇടയിലായിരിക്കാം. 4000 എന്ന് പറയുന്നത് ഇബ്രാഹിമിന്റെ എണ്ണമായിരിക്കാം, ഏകദേശമാണ് പറയുന്നത്. ഏതായാലും അവരൊക്കെ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മറന്നു ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തുകൊണ്ട് മറക്കുന്നില്ല? الجاهلون فماتوا قبل موتهم والعالمون وإن ماتوا فأحياهم. കവി പറയുന്നു الجاهلون فماتوا قبل موتهم. അറിവില്ലാത്ത അഥവാ അള്ളാഹ് അറിവില്ലാത്ത ആൾ. എന്നാൽ നിങ്ങളൊന്നും ബേജാറാണ്ട, ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ മൗലവി ആയിട്ടില്ലല്ലോ, ഞാൻ കിതാബ് ഓതിയിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ജാഹിൽ എന്ന് പറഞ്ഞാൽ തൗഹീദ് അറിയാത്ത ആളാണ്. അതുകൊണ്ട് എന്നല്ലാതെ വേറെ നിലക്ക് ഉള്ള അതല്ല ഇവിടെ ചർച്ച, അതല്ല മാനദണ്ഡം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാലഖബുള്ള ഒരു സ്റ്റാൻഡേർഡുള്ള ദാറുന്നജൂത്തിന്റെ നേതൃത്വം എന്ന് പറയപ്പെട്ട നല്ല നല്ല പേരെടുത്ത മഖ്സൂം കുടുംബം. ആരോ ഒരു പെണ്ണ് ആ കുടുംബത്തിൽ കെട്ടുപോയപ്പോൾ ഉസാമ വരെ ശഫാഅത്ത് ചെയ്യാൻ ഒരുങ്ങിയ രംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മഖ്സൂം കുടുംബം. ആ മഖ്സൂം കുടുംബത്തിൽപ്പെട്ട വ്യക്തി തൗഹീദ് അറിയാത്തത് കൊണ്ട് മുമ്പ് റസൂൽ വെച്ച പേരെന്താണ്? അബൂ ജഹൽ. അറിവില്ലായ്മയുടെ ഉടമ അല്ലെങ്കിൽ വാപ്പ. ആ അറിവില്ലായ്മ എന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ. അപ്പോൾ പേര് പറഞ്ഞു വരുന്നത് അജ്മാൻ. എനിക്കറിയാം 3:15 3:20 അല്ല 3:15 ക്ലാസ് ബാങ്ക് കുടിക്കാം 3:12 ടൈം വളരെ ചുരുക്കമാണ്. ഹാജിമാരെ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ പല കെട്ടിടങ്ങളിൽ മസ്ജിദ് നബവിയുടെ പരിസരത്തിലുള്ളതായ ഹാജിമാർ തിങ്ങി വസിക്കുന്ന കെട്ടിടങ്ങളിൽ ക്ലാസ് എടുക്കാത്ത സ്ഥലത്തും വിശാലമായ ആളുള്ള സ്ഥലത്തും നയിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ പ്രവർത്തകന്മാരായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്തുന്ന പണ്ഡിതന്മാരും അല്ലാതെ എൻ്റെ ക്ലാസ് മെമ്പർമാരായ മറ്റു പ്രവർത്തകന്മാരും നിങ്ങളിലേക്ക് വിവരം എത്തിക്കുന്നതും നിങ്ങൾക്ക് അവരുടെ അന്വേഷിച്ചാൽ വിവരം കിട്ടുന്നതും ആ സ്ഥലത്തേക്ക് വന്നാൽ മദീനയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മദീനയുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളതായ അമീറന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, അറിവുള്ളവരോട്, അറിയാത്തവരാണെങ്കിൽ ചോദിച്ചു പഠിക്കുക, അറിയുന്നവരാണെങ്കിൽ പുതുതായി പഠിക്കുക. ഞാൻ നിങ്ങളെ ക്ഷണിച്ച് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള പരീക്ഷണ രംഗം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു പൂർക്കുളത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ നേതാക്കളെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചതായിരുന്നു. അതൊരു മഹാപരീക്ഷണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടക്ക പ്രയാസം നേരിടുക എന്നത്, ഒട്ടക്കടലിൽ വീഴുക. ആരുണ്ടാക്കിയ കപട വിശ്വാസികളിൽ ഒരു മഹാവിഡ്ഢിയായ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അബൂ ആമിറു അർ-റാഹിബി എന്ന വിഡ്ഢി കുഴിച്ച കുഴിയിൽ വീഴാം. റസൂലുള്ളാഹിയുടെ തലയിലേക്ക് ആണി കയറാം, അല്ലെങ്കിൽ വട്ടക്കണ്ണി കയറാം, ഇരുമ്പ് കയറാം, എന്നിട്ട് അല്ലെങ്കിൽ കവിൾത്തളത്തിലേക്ക്, എന്നിട്ട് പലരും രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അത് രക്ഷപ്പെടുത്താൻ സാധിക്കാതിരിക്കുമ്പോൾ ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ സ്വർഗത്തെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ ആ മഹാത്മാക്കളിൽ 9ാമത്തെ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അബൂ ഉബൈദത്തുൽ ജറാഹ്. പറന്നുകൊണ്ട് ഓടി വന്ന് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വീണു. എന്നിട്ട് പല്ലുകൊണ്ട് പറിച്ചെടുത്തു ആ ഇരുമ്പിനെ. എവിടുന്ന പറിച്ചെടുക്കുന്ന കൂട്ടരെ? പർവ്വതത്തിൽ നിന്നല്ല, മണ്ണിൽ നിന്നിട്ടല്ല, പുരുഷത്തിൽ നിന്നിട്ടല്ല, നമ്മുടെ ദൂതരായ ലോക നേതാക്കളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തലയിൽ നിന്നിട്ടോ മുഖത്തിൽ നിന്നിട്ടോണം ഈ ഇരുമ്പ് പറിച്ചെടുക്കുന്നത്. നമ്മുടെ നേതാവാണ് നമ്മുടെ ഈ ആദർശത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്. إنه ليضيق صدرك بما يقولون
അവർ പറയുന്നത് കേട്ടിട്ട് തന്നെ നിങ്ങളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്നുള്ള പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വന്ന മറ്റു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. പറഞ്ഞു വരുന്നത് അങ്ങനെ മഹാനായ ആ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ മുൻപല്ല് 2 വീഴാതെ ആ ഇരുമ്പ് ഇറങ്ങി വന്നില്ല. മുൻപല്ല് 2 വീണു. അതുകൊണ്ട് രണ്ടുപേരും അധരമായിട്ടാണ് മരണം വരെ ജീവിച്ചത്. അബൂ ഉബൈദത്തുൽ ജറാഹ് മരണം വരെ ജീവിച്ചപ്പോൾ അദ്ദേഹം അധരമായിരുന്നു. അധരം എന്ന് പറഞ്ഞാൽ 2 മുമ്പല്ല് ഇല്ലാത്ത ആൾക്ക് പറയുന്ന പേരാണ് അറബി ഭാഷയിൽ. അള്ളാഹുവിൻ്റെ ദൂതരും അധരമായിരുന്നു. കാരണം അവരുടെയും 2 മുമ്പല്ല് കല്ലേറ് കൊണ്ട് നഷ്ടപ്പെട്ടിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അലാ അബീ ഉബൈദത്തുൽ ജറാഹ് പറഞ്ഞു വരുന്നത് ആ മഹാപ്രയാസം പലപ്പോഴും ഇങ്ങനെ തൽഹയെ, ഞാൻ നേരത്തെ പറഞ്ഞ 10 ആളിൽ ഒരാളുണ്ട് തൽഹ. 4 ആൾ കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ തൽഹയുണ്ടല്ലോ, അബൂബക്കർ അലി കഴിഞ്ഞ ഉടനെ പറഞ്ഞ തൽഹ. ആ തൽഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്കേറ്റ സന്ദർഭത്തിൽ നടക്കാൻ വരെ പ്രയാസമുള്ള സമയത്ത് റസൂലുള്ളാഹിനെ ഏറ്റു പൊക്കി എന്നിട്ട് പർവ്വതത്തിന്റെ മീതെ കയറ്റാണ് ഒരു വ്യക്തി. ആ സ്വർഗവാഗ്ദാനം ലഭിച്ചതായ മഹാനായ തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വരുന്നത്. അങ്ങനെ പല 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 പ്രയാസങ്ങളും റസൂലുള്ളാഹി അവിടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ ഒരു രംഗത്ത് പലരും ഇല്ലാതെയായി മാറി, പല നേതാക്കളും ഇല്ലാതെയായി മാറി. എന്തുകൊണ്ട്? അവിടെ ഒരു കിംവദന്തി നടന്നു, പച്ചക്കളർ. എന്താണ്? നബി കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ആ സന്ദർഭത്തിൽ പലരും സ്ഥലം വിട്ടു അങ്ങോട്ട് ഓടി. റസൂൽ മരിച്ച പിന്നെ എന്തിനാണ് നാം ഇവിടെ എന്ത് കാട്ടും, നാം എന്ത് ചെയ്യും? മാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ അഫഇമ്മാ തഅൂബുൽ ഔതിൽ ഖലബതും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. മുഹമ്മദ് ഒരു ദൂതനാണ്. പണ്ടുള്ള ദൂതന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരും മരിക്കും. അതുകൊണ്ട് അവർ മരിച്ചു എന്നത് കാരണത്താൽ നിങ്ങൾ പിന്തിരിയേണ്ടതല്ലോ. അവർ കൊണ്ടുവന്ന ആ ആദർശത്തെ നിലനിർത്താൻ, അവർ തുടങ്ങി വെച്ച യുദ്ധം പരിപൂർണമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കാന്നല്ലാതെ നിങ്ങൾ എന്തിനു പിന്തിരിഞ്ഞോടുന്നു എന്ന ആയത്ത് വരേക്ക് മറങ്ങാൻ കാരണമായ രംഗമാണത്. നീ കൊല്ലപ്പെട്ടു എന്ന് കേട്ടതായ രംഗം. എന്താ പ്രശ്നം? 50 പേരെ അമ്പെയ്ത്ത് വിദഗ്ധന്മാരായ 50 പേരെ അവിടെ എന്ത് ചെയ്തു? നിർത്തിയിരുന്നു. എന്തിനാണ്? ഖാലിദിന്റെ പട്ടാളം മുമ്പിൽ കൂടി കടന്നു വരരുത് എന്നതാണ്. പട്ടാളത്തിന്റെ മെയിൻ നേതാവ് ഏതാണ്? സമയമില്ല. അബൂ സുഫിയാൻ മെയിൻ നേതാവ്, മെയിൻ കമാൻഡർ അബൂ സുഫിയാനാണ്. ഉപനേതാവ് ആരാണ്? ഖാലിദ് ഇബ്നു വലീദ്. കാഫിറുകളുടെ പട്ടാളെ പറയുന്നത് ഖാലിദ് ഇബ്നു വലീദ് ഉപനേതാവാണ്. ഉപനേതാവായ ഖാലിദ് ഇബ്നു വലീദ് അവിടെ ഈ മീതെ നിൽക്കുന്നവരെ താഴെ ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നത്. പല പാഠവും പഠിക്കാനുണ്ട്. ഒന്നാമത്തത്, വ്യക്തമായ നിയമത്തിന്റെ മുമ്പിൽ ഗവേഷണം പാടുള്ളതേ അല്ല. വ്യക്തമായ നിയമം ഖുർആനിലോ സുന്നത്തിലോ വന്നു കഴിഞ്ഞാൽ, ഖുർആനിൽ വ്യക്തമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, സുന്നത്ത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, പിന്നെ ആധുനിക ബുദ്ധിപൂജകന്മാർ പറയുന്നതായ ബുദ്ധിപൂജയ്ക്ക് ഒരു വിലയുമില്ല. അത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതിരിക്കട്ടെ. കാരണം നമുക്ക് വേണ്ടത് ഈമാനാണ്, നമുക്ക് വേണ്ടത് പരലോക മോക്ഷമാണ്, നമുക്ക് വേണ്ടത് റസൂലുള്ളാഹിന്റെ ശഫാഅത്താണ്, നമുക്ക് വേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് കൗതൽ കുടിക്കലാണ്, നമുക്ക് വേണ്ടത് മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കലാണ്. എന്നല്ലാതെ ആ മുസ്ലിയാരെ സമാധാനിപ്പിക്കുക, ഈ മൗലവിയെ സമാധാനിപ്പിക്കുക, ആ പത്രക്കാരെ സമാധാനിപ്പിക്കുക, ഈ സ്റ്റേജുകാരെ സമാധാനിപ്പിക്കുക, അവരുടെ മേഖല കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ആളായി മാറാം. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന ശരിയല്ല. ഇസ്ലാം നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉപയോഗിച്ചു പോയത് എന്റെ ഖുർആനും അതിന്റെ വിശദാംശമായ സുന്നത്തുമാണ് എന്ന് റസൂൽ അറഫയിൽ നിന്നിട്ട് അല്ലെങ്കിൽ മിനയിൽ നിന്നിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. അത് അറിയുന്ന നാം അത് മുറുകെ പിടിക്കുക. എന്നല്ലാതെ മനുഷ്യന്മാർ എന്ത് പറയുന്നു? ധിക്കാരമാനസ്ഥിതിയുള്ളവരായ ബുദ്ധിപൂജകന്മാരായ ഓറിയന്റലിസ്റ്റുകാരെ അഴിച്ചുവിട്ട ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂത ക്രിസ്ത്യാനികളുടെ പണ്ഡിതന്മാരാണ് അവർ അഴിച്ചുവിട്ട ചിന്താഗതികൾ, അവർ അഴിച്ചുവിട്ടതായ പുസ്തകങ്ങൾ എന്ത് പറയുന്നു? അത് കണ്ടു വായിച്ച് പേറി പറഞ്ഞതായ ആ ബുദ്ധിപൂജകന്മാരായ ഈജിപ്തുകാർ എന്ത് പറയുന്നു? അതൊന്നുമല്ല നാം നോക്കേണ്ടത്. നമ്മുടെ ഇമാമുകൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞു, അവരെങ്ങനെയാണ് സഹാബാക്കളെ കുറിച്ച്, അവരുടെ റിപ്പോർട്ടുകളെ കുറിച്ച്, അവർ പറഞ്ഞ ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കിയത്. അതാണ് നമ്മുടെ മാനദണ്ഡം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. എന്നല്ലാതെ ബുദ്ധിപൂജ അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഗവേഷണം ചെയ്യുക. അതാണ് ബുദ്ധിപൂജ എന്ന് പറഞ്ഞാൽ. ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഗവേഷണം ചെയ്യാൻ പാടുള്ളതേ അല്ല എന്നത് ഉഴുതുപിടിപ്പിക്കുന്ന പാഠമാണ്. അജ്ജുമ്മമാരെ, ഇത് എല്ലാ ഹജ്ജ് ക്ലാസ്സിൽ ഞാൻ പണ്ട് തന്നെ പറയാറുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ 20 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് ഇവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഹാജിമാരോട് പറയുന്നതാണ്. എന്റെ പുതിയ ശൈലിയോ പുതിയൊരു വിഭാഗത്തെ ഉദ്ദേശിച്ചിട്ടോ പറയുന്നതേ അല്ല. അങ്ങനെ ആരും മനസ്സിലാക്കേണ്ട. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്റെ 30 കൊല്ലം മുമ്പ് 25 കൊല്ലം മുമ്പ് കേസറ്റൊക്കെ കേട്ട
കേട്ടാൽ ഇതേ ശൈലി കാണാൻ സാധിക്കുന്നതാണ്. അന്ന് ഗ്രൂപ്പീസമില്ല, അന്ന് ഒരേ ഗ്രൂപ്പാണുള്ളത്, അന്നും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ പറയുന്നത് നാം പണ്ട് തന്നെ ഈ സാധു എന്റെ ചെറിയ ഇൽമ അനുസരിച്ചിട്ട്, എന്റെ എളിയ ഇൽമ അനുസരിച്ചിട്ട് ഇവിടുത്തെ പണ്ഡിതന്മാരാകുന്ന ഷെയ്ഖ് ബിൻ ബാസിനെ പോലോത്ത, അല്ലെങ്കിൽ അൽബാനിയെ പോലോത്ത, അല്ലെങ്കിൽ ഇവിടെയുള്ളതായ ഉസൈമീനെ പോലോത്ത, ഇവിടെയുള്ളതായ പർവ്വതം പോലോത്ത പണ്ഡിതന്മാരിൽ നിന്നിട്ട് പഠിക്കാൻ സാധിച്ച കാര്യങ്ങൾ സത്യമാണ് എന്ന് 100 ഉറപ്പാക്കിയ ശേഷം പറയാൻ തുടങ്ങിയതാണ്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളുക, അത് വേറെ കാര്യം. പക്ഷേ പറയുന്നത് 5, 5, 10, 10:15 9:15 എന്ന് ഉറപ്പായ കാര്യമാണ് ശേഷമേ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞു വരുന്നത് സഹോദരിമാരെ, ഈ കാണുന്ന പോർക്കളം പഠിപ്പിക്കുന്ന പാഠമാണ്. എന്ത് വ്യക്തമായ നിയമത്തിന് മുമ്പിൽ എന്ത് പാടില്ല? ഗവേഷണം പാടില്ല. മറ്റൊന്നെന്താണ്? 9 മിനിറ്റ്. മറ്റൊന്നെന്താണ്? പ്രധാനപ്പെട്ട പാഠം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ അവനിലേക്ക് അടുക്കുമ്പോൾ പരീക്ഷണം വർദ്ധിപ്പിക്കും. ആരാണ് കൂട്ടരാവിടെ? അവിടെ ആരാണ് പോരാടിയത്? ബദറിൽ പോയിട്ട് ആയുധധാരികളല്ലാതെ നിരായുധരായിട്ട് പോരാടിയ ബദരീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. എന്താ ബദരീങ്ങളെ കുറിച്ച് നാം പഠിച്ചു വന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമ നബിമാർ. നബിമാർ കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ. ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ആരാണ്? മുഹമ്മിദീങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, സഹാബാക്കൾ. ആ സഹാബാക്കളിൽ ആരാണ്? ബദരീങ്ങൾ. ആ സഹാബാക്കളിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളിലും സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് ആരാണ്? അതിലുള്ള മുഹാജിറുകൾ, അതിലുള്ള മുഹാജിറുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുഹാജിറുകൾ പ്രത്യേകതയുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഏറ്റവും അന്ന് അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ ഉഹദ് പോർക്കളത്തിൽ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ 317 ആളെ 14 ആളെ 13 ആണ് അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് 14 ഏതായാലും ഉറപ്പാണ്. ഇവരെ നീ കൊന്നാൽ ഫലം നിന്നെ ആരാധിക്കുന്ന ഭൂമിയിൽ ആരുമില്ല ഇവരല്ലാതെ. അതുകൊണ്ട് നീ അവരെ നഷ്ടപ്പെടുത്തരുത് അപ്പേ. കാരണം ഊരപ്പെട്ട വാളുമായി മീൻകുട്ടി വൈദ്യരുടെ ഭാഷ അനുസരിച്ച് 18 ആയുധവുമായിട്ടാണ് ഓരോ മനുഷ്യന്മാർ വന്നതെന്നാണ്. എത്ര ആയുധമാവട്ടെ. പറഞ്ഞു വരുന്നത് ഊരപ്പെട്ട വാളുമായി വന്ന, ചോര കുടിക്കാൻ വേണ്ടി വന്ന, കള്ള് കുടിച്ച് പിടിച്ച് ഇടിച്ച് റോക്കൻ റോളാടി വന്ന ആ പരാക്രമികളുടെ മുമ്പിൽ വെച്ചിട്ട് ആയുധമില്ലാത്ത റസൂലുള്ളാഹിന്റെ ആ ശേഷികെട്ട സഹാബാക്കളെ നോക്കി അള്ളാഹ് പറയാണ്, ഇവരെ കൊന്നാൽ വേറെ ആരുമില്ല. റബ്ബേ, അള്ളാഹ് അറിയാതെ ഇവരൊക്കെ പരാജയപ്പെടും, പിന്തിരിഞ്ഞോടും ശത്രുക്കൾ എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്ത വാഗ്ദാനം മുമ്പിലുണ്ട്. എന്നാലും പ്രാർത്ഥിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എത്ര സ്റ്റാൻഡിലേക്ക് എത്തിയാൽ പ്രാർത്ഥന നിർത്തരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. എത്ര സ്റ്റാൻഡിലേക്ക് എത്തിയാൽ, ഞാനിപ്പോൾ മദീനയിലല്ലേ, ഞാൻ കുറെ നോമ്പ് പിടിച്ചില്ലേ, ഞാൻ കുറെ നിസ്കരിച്ചില്ലേ, ഞാൻ കുറെ ഹജ്ജ് ചെയ്തില്ലേ, ഞാൻ കുറെ ഉംറ ചെയ്തില്ലേ, ഞാൻ കുറെ മതപ്രബോധനത്തിൽ പങ്കെടുത്തില്ലേ, തോന്നിപ്പോകരുത്. അങ്ങനെയുള്ള ഒരു രുചിപ്പ് ഉണ്ടായിപ്പോകരുത്. രുചിപ്പ് വന്നാൽ ഒന്നുകേറിയ അമലുകൾ, നഷ്ടപ്പെട്ട അമലുകൾ. ശ്രദ്ധിക്കുക ഓരോരുത്തർ, പ്രത്യേകിച്ച് ദായികൾ, പ്രബോധകന്മാർ. രുചിപ്പുണ്ടാവാൻ പാടുള്ളതല്ല, വീഴ്ചബോധമാണ് ഇന്നും ഉണ്ടാവേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാൻ അബൂബക്കർ എന്തിനാണ് ഇങ്ങനെ കാട്ടുന്നത്? അല്ലാഹു വാഗ്ദാനം ചെയ്തില്ലേ നിങ്ങൾക്ക് സഹായം ഇറക്കാമെന്ന്, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നു എന്ന് അബൂബക്കർ ഇത് കണ്ട് പ്രയാസപ്പെടാം. കാരണം റസൂൽ ഈ പ്രാർത്ഥനയിൽ മുഴുകി നബിയുടെ മീതെ വീടിലുള്ള വിരിപ്പ് വരെ താഴെ വീഴാണ്. അബൂബക്കർ ഇങ്ങനെ പൊക്കി വെക്കുക ആ രൂപത്തിലേക്ക് എത്തിപ്പോയി എന്നതാണ്. സുബ്ഹാനല്ലാഹ്. മറക്കരുത്, റബ്ബിനോടുള്ള പ്രാർത്ഥന എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എന്നും കുറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക, എന്നും കേണപഴിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ രണ്ടാമത്തെ പാഠം എന്താണ്? പ്രധാനപ്പെട്ട പാഠം, അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അടുത്തവർക്കുള്ള ശിക്ഷ, അടുത്തവരെ അള്ളാഹു അവർ ചെയ്യുന്ന തെറ്റ് വലുതായി കാണും. അപ്പോൾ അൻസാറുകൾ, മുഹാജിറുകൾ, അവരുള്ള ബദരീങ്ങൾ അടക്കമുള്ളവർ അവരുള്ള ആ സദസ്സിലാണ് എന്ത് സംഭവിച്ചത്? ഒരു ചെറിയ പോരായ്മ വന്നുപോയി. നമ്മുടെ വിഷയത്തിൽ ചെറിയ പോരായ്മയാണ്, പക്ഷെ അത് വലുതാക്കി അള്ളാഹ് കണ്ടു എന്ന് മാത്രമല്ല, അതിന് മഹാപരീക്ഷണം. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്നു, ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബു. ആ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെ ഇഇഷ്ടപ്പെടുന്നു. അത് ധാരാളം പാഠങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? ആ ഉഹദ് പോർക്കളത്തെ കുറിച്ച് ഇവന്റെ എലിയ കൊണ്ട് എന്റെ ക്ലാസ് മെമ്പർമാർക്ക് അറിയാം. ഉഹദ് പോർക്കളത്തിന് മുമ്പിൽ നടന്നതായ യുദ്ധത്തെ കുറിച്ച് ഞാൻ 3 മാസം ക്ലാസ് എടുത്ത് തീർന്നിട്ടില്ല. 3 മാസം ഞാൻ മദീനത്ത് ക്ലാസ് എടുത്തിട്ട് തീർന്നിട്ടില്ല. അത്രയും പാഠം പഠിക്കാനുള്ളതായ പർവ്വതമാണ് അതിന്റെ പരിസരം എന്നത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആചാര്യ പിന്നെ വ്യൂ നിൽക്കേണ്ടത് പലിശ ബാങ്കിലാവാൻ പറ്റുമോ? പറ്റൂല.
ആചാര്യന്റെ കുട്ടിയോ, ആചാര്യന്റെ കുട്ടി ഇന്നൊക്കെ പണ്ടത്തെ മാതിരി, പണ്ടൊക്കെ ഞാനുള്ള കാലം, ഞാൻ 40 കൊല്ലം മുമ്പാണ് കേരളത്തിലുണ്ടായ കാലം. അന്നൊക്കെ 1-ാം കളി 2-ാം കളി 3-ാം കളി എന്നൊക്കെ പറയാം, മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ പോകില്ല, കാരണം മുസ്ലിംമാർക്ക് പോകാൻ പറ്റില്ല, പേടിയാ. അള്ളാഹല്ല അള്ളാഹുവിന്റെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ചുരുക്കി പറയുന്നത്, അങ്ങനെയുള്ളതായ 3-ാം കളി 2-ാം കളിക്ക് പകരം ഇപ്പോൾ എന്താണ് ഇവിടെ തന്നെ ഉണ്ട്. സ്വന്തം നടക്കുന്ന കയ്യിലുള്ള മൊബൈലിലുണ്ട്, എന്ത് നെറ്റുണ്ട്. ലോകത്തിൽ എവിടെയെല്ലാം തുണിയിച്ചാടുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാം. അതേസമയത്ത് ലോകത്തിൽ എവിടെയെല്ലാം തൗഹീദ് പ്രചരണം നടക്കുന്നുണ്ട്, അതും കാണാം, കേൾക്കാം. ലോകത്തിൽ നമ്മുടെ ഇമാമുകൾ പഴയ കാലഘട്ടങ്ങളിൽ മരിച്ചു പോയവരായ ആയിരക്കണക്കിന് ഇമാമുകൾ എഴുതിയതായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കോപ്പീസുകൾ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസുകൾ ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്, നെറ്റിന്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എത്രയോ സുഹൃത്തുക്കൾ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. അവർ നെറ്റിൽ കൂടി എന്റെ ശബ്ദം കേൾക്കാണ്. എന്നിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോൾ വിളിക്കുകയാണ്. കാറിൽ വെച്ചിട്ട് ഞാൻ കേൾക്കായിരുന്നു, ബസ്സിലെത്തും കേൾക്കായിരുന്നു, ഇന്ന് ദുബൈയിൽ കേൾക്കായിരുന്നു, എനിക്ക് ഇന്ന് സംശയമുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഞെട്ടി, ഇപ്പോൾ ഞെട്ടുന്നില്ല, കാരണം പതിവായല്ലോ. എന്തുകൊണ്ട്? ഇതൊക്കെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള യുഗത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുമ്പോൾ അള്ളാഹ് വിടുമോ? അവൻ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിച്ചിട്ടില്ലെങ്കിൽ, അവൻ അള്ളാഹു ഇറങ്ങിയ മതത്തിന് വേണ്ടി ജീവിച്ചിട്ടില്ലെങ്കിൽ, അവൻ പ്രശ്ന മനുഷ്യനായി ജീവിച്ചിട്ടില്ലെങ്കിൽ, മുഹറം മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി എന്ന നേട്ടം മാത്രമല്ല, അയ്യാമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധം ആ പരാക്രമികളെ എന്ത് ചെയ്തു? നാം അവശേഷപ്പെടുത്തി കടലിലൂടെ, ചെങ്കടലിലൂടെ. ആ ദിവസത്തിൽ ആദ്യമായിട്ട് നന്ദി പ്രകടനം ചെയ്തുകൊണ്ട് ഇത് നോമ്പ് ആരംഭിച്ചത് റബ്ബിന് എപ്പോഴും നാം നന്ദിയുള്ളവരായിക്കൊണ്ടേയിരിക്കണം. ആദ്യമായിട്ട് നോമ്പ് പിടിച്ചതാരാണ്? കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ഈ നാട്ടുകാർ നോമ്പ് പിടിക്കുന്നത് ആ പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ, നഹ്നു അഹഖു ബിമൂസാ മിൻകും, മൂസയേക്കാൾ നാമാണ് അർഹപ്പെട്ടാൾ, നിങ്ങളെക്കാൾ നാമാണ് അർഹപ്പെട്ടാൾ, കടപ്പെട്ടാൾ, ബന്ധപ്പെട്ടാൾ. ആരോട്? മൂസയോട് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ ചെയ്ത ആ സുന്നത്ത് മഹാനായ നബിയുള്ളാഹി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. പിന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ മറ്റു മതസ്ഥരുമായിട്ട്, ക്രിസ്തീയ ജൂതന്മാരുമായിട്ട് ഒരു നിലക്കും നാം അനുകരണം പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മതത്തിൽ നിന്നിട്ട് വ്യതിചലിച്ച് നിൽക്കുന്ന കാര്യത്തിൽ അനുകരിക്കാനേ പാടില്ല. അത് വസ്ത്രധാരണയിലായാലും ശരി എന്ന് പഠിപ്പിച്ച് 9 കൊല്ലം പഠിപ്പിച്ച് മദീനയിൽ അങ്ങനെ പഠിപ്പിച്ച അവസാന ഘട്ടമാകുമ്പോൾ അള്ളാഹുവിന്റെ വഹി ഇറങ്ങി. ഇബാദത്തിലായിരുന്നാലും പാടില്ല. എന്താണത്? നിങ്ങൾ അടുത്ത കൊല്ലം മുതൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഈ മുഹറം മാസം 9 കൂടി നോക്കിയിരുന്നേനെ എന്നുകൂടി നിങ്ങൾ പറയൂ റസൂലേ എന്ന് വഹി കിട്ടി. അപ്പോൾ റസൂൽ പറഞ്ഞു, ആ സന്ദർഭത്തിൽ ഞാൻ അടുത്ത കൊല്ലം കൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജൂതന്മാരുടെ ഇബാദത്തിൽ തുല്യതയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് നോക്കുമ്പോൾ നാം ഒന്ന് നോക്കൽ ശരിയല്ല എന്നുകൂടി ഈ മതം പരിപൂർണതായി ആകുകയാണ്, പരിപൂർണ മതമായി മാറുന്ന സന്ദർഭമായതുകൊണ്ട് അങ്ങനെ വഹി ഇറങ്ങി. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഈ നോമ്പ് റസൂൽ മരിച്ച ശേഷം പിന്നെ 2 നോക്കൽ സുന്നത്തായി മാറുകയും ചെയ്തു. അതാണ് നാം ഇപ്പോൾ നോക്കുന്നതായ 9, 10 നോമ്പ്. വേറെ ഹദീസിന്റെ സഹായത്തോടുകൂടി ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ ഈ ജൂതന്മാരോട് തുല്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 11 നോക്കുന്നത് കൊണ്ടും വിരോധമില്ല എന്ന് സലഫ് സാലിഹ്യങ്ങൾ സ്ഥാപിച്ചു പോയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ അറിയപ്പെടുന്നതായ ചില പുസ്തകത്തിലൂടെ, ചില ഗവേഷണത്തിലൂടെ ചില സുഹൃത്തുക്കൾ പറയുന്ന ഭാഗമുണ്ട്. അതെന്താണ്? ശനിയാഴ്ച നോമ്പ് പിടിക്കാൻ പാടില്ല, ഫർളല്ലാതെ എന്ന ഹദീസില്ലേ എന്ന്. അപ്പോൾ നാം ഇപ്പോൾ ശനിയാഴ്ച പാടുണ്ടോ എന്ന് ചോദിക്കപ്പെടാറുണ്ട്. അതിന്റെ മറുപടി റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജുവൈരി വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുന്ന കണ്ടു. ചോദിച്ചു, ഇന്നലെ നോമ്പ് പിടിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. നാളെ നോമ്പ് പിടിക്കാണോ? ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ നോമ്പ് മുറിച്ചേക്കെന്ന് പറഞ്ഞു. ബുഖാരിയിലാണ് ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയോടുകൂടി ശനിയെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ തെറ്റില്ല എന്ന് വ്യക്തമാണ് ആ ബുഖാരിയുടെ ഹദീസിൽ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഹദീസ് ഇതിനോട് താവതല്ല, എതിർപ്പല്ല, അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ എന്നതുകൂടി ഇതോടുകൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ, കഷ്ടതകൾ അകറ്റട്ടെ, പ്രയാസങ്ങൾ നീക്കട്ടെ, മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ, അപ്രകാരം ലോകത്തെ സുഖപ്പെടുത്തട്ടെ, സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ, ഇണകളില്ലാത്ത ഇണകൾ നൽകട്ടെ, ഹജ്ജിമാരുടെ ഹജ്ജുകളെയും ഉംറകളെയും അള്ളാഹു സ്വീകരിച്ച് അന്ന് പ്രസവിച്ചവരെ പോലെ നാട്ടിലേക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسه، اللهم اجعل تدبيره تدميرا، اللهم دمرهم يا قهار واهلكهم يا جبار، اللهم كل حدهم واقل عددهم، اللهم لا تبلغهم الامال، اللهم لا
اللهم نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول عمل اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.